വചനമൊഴി ജൂൺ 7. വചനഭാഗം ഗലാത്തി 2:19-21, മത്തായിയുടെ സുവിശേഷം 25:31-40. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എല്ലാ ദൂതന്മാരോടും കൂടെ മനുഷ്യപുത്രൻ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ഭക്ഷിക്കാൻ നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ സഭയിൽ ഇന്ന് വിശുദ്ധ മറിയം ത്രേസ്യായുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. തൃശൂർ ജില്ലയിലെ പുത്തഞ്ചിറ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് സാർവത്രിക സഭയിൽ വിശുദ്ധയായി വണങ്ങപ്പെടുന്ന മറിയം ത്രേസ്യ പുണ്യവതി വിശുദ്ധി നേടിയത് എപ്രകാരമാണെന്ന് ധ്യാനിക്കുവാൻ സഹായിക്കുന്ന ദൈവവചന ഭാഗമാണ് നാം ഇന്ന് ശ്രവിച്ചത്. മിശിഹായെ അനുകരിക്കുവാനുള്ള ആഴമായ ആഗ്രഹം കൊണ്ട് മറിയം ത്രേസ്യ പാവങ്ങളെയും രോഗികളെയും സഹായിക്കുകയും ഏകാന്തതയിൽ കഴിഞ്ഞിരുന്നവരെ സന്ദർശിക്കുകയും അവർക്ക് സ്വാന്തനം നൽകുകയും ചെയ്തിരുന്നു. മാരകമായ രോഗങ്ങൾ ബാധിച്ച് അകറ്റപ്പെട്ടു കഴിഞ്ഞിരുന്നവരെ സന്ദർശിച്ചിരുന്നു, അവർക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു. തന്റെ സഹോദരങ്ങളിൽ ഈശോയെ കണ്ടുകൊണ്ട് ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുക എന്ന മനോഭാവത്തോടുകൂടി അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും പ്രകാരം ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ഒരു സന്യാസിനി സമൂഹം സ്ഥാപിക്കുകയും ചെയ്തു. ആ വിശുദ്ധയുടെ പുണ്യ തിരുനാൾ ആചരിക്കുന്ന ദിവസം ഇന്ന് തിരുവചനത്തിൽ നിന്ന് കേട്ടതുപോലെ ചെറിയവരിൽ ഒരുവന് ഒരു സഹായം ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്ന ബോധ്യത്തിൽ ആഴപ്പെടുവാൻ, ചുറ്റുമുള്ള സഹോദരങ്ങളിൽ ഈശോയെ കണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, കടമകൾക്കും അപ്പുറം നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ട് വിശുദ്ധിയിൽ വളരുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നതും വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നതും. വിശുദ്ധ മറിയം ത്രേസ്യയെ പോലെ ഈശോയെ ആഴമായി അനുകരിക്കുന്നതിന് എളിയവരിലും നമുക്ക് ചുറ്റുമുള്ളവരിലും മിശിഹായെ കാണുവാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം വിശുദ്ധിയിൽ വളരുവാൻ പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.